ഇത് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറി ഉണ്ടാക്കാം. സാധാരണ നമ്മൾ പല തരത്തിലുള്ള മുട്ടക്കറികൾ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. ഞാനും പല തരത്തിലുള്ള മുട്ടക്കറികളുടെ വീഡിയോ ഞാനും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ സാധാരണ നമ്മൾ മുട്ടയ്ക്കും കറി വെക്കുമ്പോൾ മിക്കപ്പോഴും തക്കാളി ചേർത്തിട്ടാണ് മുട്ടക്കറി റെഡിയാക്കിയിട്ട് എടുക്കാറ്. പക്ഷെ ഇത് ഞാനിവിടെ റെഡിയാക്കാൻ പോണ കറിയിൽ തക്കാളി ഒന്നും ചേർക്കാണ്ടാണ് ഇത് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. ഇതിൻ്റെ ഗ്രേവിക്കൊക്കെ നല്ല കൊഴുപ്പുണ്ടാവും, അത്യാവശ്യം നല്ല തിക്കൊക്കെ ആയിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇത് കറിയായിട്ടും കഴിക്കാം, അല്ലെങ്കിൽ ഈ കറിയിലേക്ക് നമ്മൾ ചോറും കൂടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ മുട്ടച്ചോറ് പോലെ കഴിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം ഇതേനെ റെഡിയാക്കാന്ന്. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 4 മുട്ട പുഴുങ്ങിയതെടുത്തിട്ടുണ്ട്. അതിപ്പോൾ മുട്ട കറക്റ്റ് 4 തന്നെ വേണമെന്നില്ല, നമുക്ക് എത്ര വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർക്കാം. ഇതിലേക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ 2 വലിയ സവോള എടുത്തിട്ടുണ്ട്, ഒരു 8 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇതേപോലത്തെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഈ സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കണുള്ളൂ. എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ മുഴുവനായിട്ടുള്ള മുളക് എടുത്തിട്ടുണ്ട്. മുളകിൻ്റെ പൊടി ചേർക്കരുത്, ഇതേപോലെ മുഴുവനായിട്ടുള്ള മുളക് തന്നെ ചേർക്കണം. ഇത് ഞാനിവിടെ ഒരു 12 മുളക് എടുത്തിട്ടുണ്ട്. ഈ 12 മുളക് ചേർത്ത് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല എരിവുണ്ടാവും. പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടിയും വേണം. പിന്നെ ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് വിനീഗറും ചേർക്കുന്നുണ്ട്. ആ വിനീഗർ ഞാനതിലേക്ക് ചേർക്കുമ്പോൾ പറയാം കറക്റ്റ് എത്രയാണ് ചേർത്തതെന്നുള്ളത്. പിന്നെ ഇത് റെഡിയാക്കിയിട്ട് എടുക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് നമ്മൾ സാധാരണ അച്ചാറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലെണ്ണ എടുക്കില്ലേ, അതേപോലെ നല്ലെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലെണ്ണയിൽ എടുക്കുക. അപ്പോൾ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ നല്ലെണ്ണ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ഏത് ടൈപ്പ് ഓയിലായിരുന്നാലും കുഴപ്പമില്ല. ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോറും വേണം. ഈ കറി നമുക്ക് കറിയായിട്ടും കഴിക്കാം, അല്ലെങ്കിൽ ചോറ് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ മുട്ടച്ചോറ് പോലെയും കഴിക്കാം. എനിക്ക് ചോറ് മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നതാണ് കുറച്ചും കൂടി ഇഷ്ടം. അപ്പോൾ ഈ കറിയുടെ മസാലയൊക്കെ ആ ചോറിൽ ഇങ്ങനെ നന്നായിട്ട് പിടിച്ചിട്ട് ഇത് രണ്ടും കൂടിയിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങൾ മാത്രമേ നമുക്കിത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് 3 നല്ല പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. പിന്നെ 1 ടീസ്പൂൺ കടുകും കറിവേപ്പിലയും വേണം. പിന്നെ ഇത് കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ സവാള സെപ്പറേറ്റ് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കണം. വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരുമിച്ച് കട്ട് ചെയ്തിട്ട് എടുക്കുക. പിന്നെ അതെല്ലാവരും നല്ല പൊടിയായിട്ട് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം, അല്ലെങ്കിൽ നമ്മൾ ചോറിൻ്റെ കൂടെ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെയും വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് ശരിക്കാണ്ട് മുരിഞ്ഞ് കിട്ടില്ല. അത് നമ്മൾ ആ ചോറിൻ്റെ കൂടാണ്ട് കഴിക്കുമ്പോൾ അതങ്ങോട്ട് സെപ്പറേറ്റ് ആയിട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ നല്ല പൊടിയായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടെടുക്കുക. അതൊക്കെ നിങ്ങൾക്ക് കട്ടിങ് ബോർഡും വെച്ചിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ. സവോളയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മസാലയാക്കാനുള്ളതെല്ലാം ഇപ്പോൾ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് മസാലയാക്കാൻ പോണതിന് മുമ്പ് ഈ ഉണക്കമുളക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കണം, ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പോൾ ഉണക്കമുളക് നല്ല സോഫ്റ്റായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കണം. ഈ മുളകൊന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയൊരു പാത്രം എടുക്കുക. ഇതിലേക്ക് 12 ഉണക്കമുളക് ചേർക്കുക. ഉണക്കമുളക് ചേർക്കുമ്പോൾ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് ചേർക്കുക. പിന്നെ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഉണക്കമുളക് വാങ്ങിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ വീട്ടിൽ കുറച്ച് നാൾ എടുത്ത് വെച്ച് കഴിയുമ്പോൾ ഈ ഉണക്കമുളകിൻ്റെ ഉള്ളിലേക്ക് നിറച്ചിങ്ങനെ പൂപ്പൽ പോലെ വരണമെന്ന്. അത് ഉണക്കമുളക് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ തണുത്ത് കഴിയുമ്പോഴാണ് അങ്ങനെ പൂപ്പൽ പോലെ വരുന്നത്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് കഴുകി വെയിലത്ത് ഇട്ടിട്ട് നന്നായിട്ട് ഉണക്കിയിട്ട് എടുത്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ അങ്ങനെ കഴുകി കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാലും മതി. കാരണം ഇവിടെ അങ്ങനെ ഉണക്കമുളക് അങ്ങനെ വരാറില്ല. പക്ഷേ ഞാൻ നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ അങ്ങനെ കാണാറുണ്ട്. നമ്മൾ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് ഇങ്ങനെ പൂപ്പൽ പോലെ ഇങ്ങനെ വരും. ഈ മുളക് വേവിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വെള്ളം ചേർക്കാം. ഞാനിവിടെ ഈ ചില്ലിൻ്റെ ഗ്ലാസ്സിൽ ഒരു 3/4 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. ഈ മുളക് ഒന്ന് വെന്ത് സോഫ്റ്റായിട്ട് വരണം. ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ തന്നെ മുളക് വേവും. പിന്നെ ഈ മുളക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഈ കുറച്ച് വെള്ളം കൂടി വേണം. അപ്പോൾ ഒരു 3/4 ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളം ചേർത്താൽ മതി. തീ ഓണാക്കാം. ഇത് മൂടി വയ്ക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ ഒരു 10 മിനിറ്റ് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുളക് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഒഴിച്ചിരുന്ന വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് കുറച്ച് വെള്ളമുണ്ട്. അത് ഈ മുളക് അരച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണം. അപ്പോൾ ഇനി തീ ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് വേണം മിക്സിയിലിട്ടിട്ട് അരച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ചൂടോട് കൂടിയിട്ട് അരയ്ക്കരുത്, നിങ്ങളുടെ മേത്തേക്കൊക്കെ തെറിക്കും. അപ്പോൾ ഇത് കുറച്ച് മുളകല്ലേ ഉള്ളൂ.
അപ്പോൾ ഇത് വലിയ ജാറിലിട്ടിട്ട് അരയ്ക്കണ്ട. മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ, ആ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കുക. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ഇതേപോലെ ഇങ്ങനെ മിക്സിയിലിട്ടിട്ട് അരച്ചിട്ടെടുക്കുമ്പോൾ അങ്ങനെ ചെറിയ ജാറിലിട്ടിട്ട് അരയ്ക്കാൻ വേണം. പിന്നെ മുളകും വെള്ളമൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടുണ്ടോ നിൽക്കുന്നത്. അപ്പോൾ മുളക് ഇടുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വെള്ളം ഉണ്ടല്ലോ, വെള്ളം ഒരുമിച്ച് ഒറ്റയടിക്കാണ്ട് ഒഴിക്കണ്ട. ചിലപ്പോൾ അങ്ങനെ ഒഴിച്ചിട്ട് അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ വെള്ളമൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് മുകളിൽ കൂടെ അങ്ങോട്ട് തെറിക്കും. ഏറ്റവും അധികം മുളക് ഇടുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്ന് അരിഞ്ഞ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വെള്ളം കൂടിയും ചേർത്താൽ മതി. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ നല്ലെണ്ണയാണ് ചേർക്കുന്നത്. ഓയിൽ കുറച്ച് കൂടുതൽ ചേർക്കണം. കാരണം ഈ മസാലയ്ക്ക് നന്നായിട്ട് ഓയിലിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ വരട്ടിയ പോലെ എടുക്കണം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് മുരിഞ്ഞിട്ട് മാത്രം ഇതിലേക്ക് സവോള ചേർത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടെ അങ്ങോട്ട് ചോറും കൂടിക്കാണ്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ്ട് കടിക്കും. അപ്പം അതിന് അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതിലേക്ക് സവോള ചേർക്കാം. കറിവേപ്പിലയും ചേർക്കാം. ഞാനിവിടെ ഇപ്പോൾ എടുത്തേക്കണ ഈ വോക്ക് സ്റ്റീലിൻ്റെ വോക്കാട്ടോ. എൻ്റെ അടുത്ത് മിക്കവർ ചോദിക്കാറുണ്ട്. ഇത് ഞാനിവിടെ അമേരിക്കയിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ. ഇത് നല്ലതാണ്, നല്ല കട്ടിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നിപ്പോൾ ലുലു മാളിൽ നിന്ന് എൻ്റെ ചേച്ചി ഒരു സ്റ്റീലിൻ്റെ ഒരു പാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, മൂടിയൊക്കെ ആയിട്ട്. അത് നല്ലതായിരുന്നു. അതിൻ്റെ പേര് ഞാൻ ഓർക്കണില്ല. അതായത് നല്ല കട്ടിയുണ്ടായിരുന്നു, നല്ല സ്റ്റീലായിരുന്നു. പേര് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിച്ചിട്ട് പറയാം. ഇതൊന്നും മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും ഇത് ഒന്ന് നന്നായിട്ടൊന്ന് മൊരിയും. മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഈ മഞ്ഞൾപ്പൊടി ഞാൻ നാട്ടിൽ നിന്ന് പൊടിച്ചു കൊണ്ടുവന്നത് കേട്ടോ. സാധാരണ നാട്ടിൽ നിന്ന് വരുമ്പോൾ എപ്പോഴും കൊണ്ടുവരാറുണ്ട്. ഞാനിവിടെ തീ പതുക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ഈ മഞ്ഞൾപ്പൊടി ഇതിൻ്റെ കൂടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിയണം. ഇപ്പോൾ ഈ സവോളയൊക്കെ ആയിരുന്നാലും ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഈ മഞ്ഞൾപ്പൊടി അത് കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഈ മഞ്ഞൾപ്പൊടി മൊരിഞ്ഞെന്ന് അറിയേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കിടന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ ഒരു മൊരിഞ്ഞേണ്ട നല്ലൊരു സ്മെല്ലൊക്കെ വരും. മഞ്ഞൾപ്പൊടി ഇപ്പോൾ കുറച്ച് നേരത്തെ ചേർത്താലും കുഴപ്പമില്ല. മഞ്ഞൾപ്പൊടി അങ്ങനെ നമുക്ക് കരിഞ്ഞു പോയില്ല. പക്ഷെ മുളകിൻ്റെ പൊടിയും മല്ലിപ്പൊടിയും പെട്ടെന്ന് കരിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ഫസ്റ്റ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി മൊരിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിന് ഒരു പച്ച മഞ്ഞളിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. കുറച്ച് നേരത്തെ ചേർക്കുന്ന വെച്ചിട്ട് അത് കരിഞ്ഞ് പോവുകയും ചെയ്യും. ഈ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാം. ഇതിലേക്ക് നമ്മൾ മുളക് അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ, ആ പേസ്റ്റ് ചേർക്കാം. ഈ മിക്സിയുടെ ഇതിൻ്റെ സൈഡിലേക്ക് ഞാൻ കുറച്ചും കൂടി ഇരിക്കുന്നുണ്ട്. അതും കൂടി ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിലേക്ക് അങ്ങോട്ട് പാർക്കാം. ഈ തീ ചെറുതായിട്ടൊന്ന് കൂട്ടി വയ്ക്കാം. ഈ മുളക് ഇതിനകത്ത് കിടന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് മൊരിഞ്ഞ് ഇതിനകത്ത് ഈ ഓയിലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തെളിഞ്ഞ് വരണം. അപ്പോൾ എന്ത് സാധനത്തിലും നമ്മൾ ഓയിൽ തെളിഞ്ഞ് വരണമെന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് ആദ്യമേ ഓയിൽ അതനുസരിച്ച് ചേർത്തിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ ഓയിൽ തെളിഞ്ഞ് വരുള്ളൂ. ഈ മുളകിൻ്റെ പേസ്റ്റൊക്കെ ഇതിനകത്ത് കിടന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് മൊരിയും. നന്നായിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഈ മുളക് മൊരിയാണ്ട് വെള്ളം ചേർക്കരുത്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് തീ നന്നായിട്ട് കുറച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ താനിങ്ങനെ മൊരിഞ്ഞ് വന്നോളൂ. അല്ലെങ്കിൽ സമയമില്ലാന്നുണ്ടെങ്കിൽ അതേപോലെ നമ്മൾ അടിയിലൊന്ന് പിടിക്കാണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് മൊരിച്ചിട്ട് ഇനി
നമുക്കിത് മൊരിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് മുളകൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഓയിലൊക്കെ ഒന്ന് നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വിനീഗർ ചേർക്കാം. ഞാൻ അതിലേക്ക് 1.5 ടീസ്പൂൺ വിനീഗറാണ് ചേർക്കുന്നത്. എന്നാലും കേക്കിലൊക്കെ ചേർക്കുന്നുണ്ടായിരുന്നാലും ഇത് നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഇതിലേക്ക് ഞാനിവിടെ ഇതേപോലെ ചില്ലിൻ്റെ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. ഇത് നമ്മൾ മെഷറിംഗ് കപ്പിലാണ് എടുക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 250 ml കപ്പിൽ 1 കപ്പ്. ഇതിനകത്ത് 1 ഗ്ലാസ് എടുക്കുമ്പോൾ മെഷറിംഗ് കപ്പിൽ 250 ml 1 കപ്പാണ് വരാം. ഈ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. പിന്നെ ചിലർ പറയാറുണ്ട് ചിലപ്പോൾ കറിയൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ ചിലപ്പോൾ ഒരു കൈപ്രസം വരുന്നുണ്ടെന്ന്. അത് നമ്മൾ ഈ മസാലയൊക്കെ കരിഞ്ഞ് കഴിഞ്ഞാലാണ് അങ്ങനെ കൈപ്രസം വരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന കറികളിൽ ആണ് ഈ കൈപ്രസം കൂടുതൽ വരാനുള്ള ചാൻസ്. കാരണം മല്ലിപ്പൊടിയാണ് കരിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല കൈപ്രസം വരെ കറി. ഇത് നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഈ കറി നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഈ കറിയിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കായത്തിൻ്റെ പൊടിയും ചേർക്കുന്നുണ്ട്. അതിന് തന്നെ കറക്റ്റായിട്ട് അളവില്ല, നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കും. ഇപ്പോൾ കറിയിൽ എന്തോരം ഉപ്പ് ചേർക്കും അതേപോലെ ചേർത്ത് കൊടുക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ പ്രാവശ്യം ചേർത്തല്ലോ, എന്നിട്ട് കറി നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് റെഡി ആവാറാകുമ്പോൾ നമ്മളൊന്ന് ടേസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് തോന്നാം കായത്തിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കും. അപ്പോൾ കറിയിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട്, ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഈ കറിയിലേക്ക് മുട്ട ചേർക്കാം. ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ 2 പീസായിട്ടാണ് ചേർക്കുന്നത്. ഇങ്ങനെ മുട്ട നമ്മൾ കറിയിലേക്ക് ചേർക്കുമ്പോൾ ഞാൻ ഈ മുട്ട 2 പീസ് ഇട്ടില്ലേ, ഇങ്ങനെ കംപ്ലീറ്റല്ല ഇട്ടത്, ഇതേപോലെ ഇങ്ങനെ കംപ്ലീറ്റ് ഇടുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് മസാല ചേർക്കണം. പിന്നെ ഗ്രേവി ചെറുതായിട്ടൊന്ന് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് തിക്കായി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം. നമ്മളിത് നല്ലെണ്ണയിലുള്ള ഉണ്ടാക്കിയത്. പിന്നെ ആ കായത്തിൻ്റെ പൊടി ഇതെല്ലാം കൂടി കൊണ്ട് വന്നു കഴിയുമ്പോൾ അച്ചാറിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഇതിലേക്ക് നമ്മൾ ആ മുളകിൻ്റെ പേസ്റ്റ് ചേർത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ മൊരിയിച്ചിട്ട് എടുക്കണം. അതിങ്ങനെ നിങ്ങൾക്ക് സമയം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തീ നന്നായിട്ട് കുറച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇടാം. ഇങ്ങനെ ചെറിയ തീയിൽ കിടന്നിട്ട് ആ മുളക് ഇങ്ങനെ മുരിഞ്ഞ് വരും. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വെള്ളം ചേർക്കാൻ പറ്റും. കാരണം ചില കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് റെഡി ആയിരിക്കും. അപ്പോൾ ആ കറിയുടെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടും. പെട്ടെന്നാണ് തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മസാലപ്പൊടികളാണ് പെട്ടെന്നാണ് കരിഞ്ഞു പോകും. അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടും. ഈ കറിയുടെ ഗ്രേവി ആയിരുന്നാലും ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇരുന്നിട്ട് ഒന്നും കൂടി ഒന്ന് തിക്കാവും. ഒരുപാട് അങ്ങോട്ട് തിക്കാവുണ്ട്. ചെറുതായിട്ടൊരു ചെറിയൊരു ഗ്രേവി വേണം. ഈ തീയോ ഇപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു നുള്ളു പഞ്ചസാരയും കൂടി ചേർക്കാം. പക്ഷെ ഞാനിതിലേക്ക് ചേർത്തിട്ടില്ല. ഈ കറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്, അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല എരിവുണ്ട്. ഞാനിതിലേക്ക് എടുത്തിരുന്ന മുളക് സാധാരണ ഉണക്കമുളക്, മുഴുവനായിട്ടുള്ള ഉണക്കമുളകാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കാശ്മീരി മുളകല്ല എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 12 മുളക് ചേർത്ത് കഴിഞ്ഞപ്പോൾ കറിക്ക് അത്യാവശ്യം നല്ല എരിവുണ്ട്. ഇനി ഇതൊന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ കറിയായിട്ട് കഴിക്കാം. അല്ലെങ്കിൽ ഇപ്പം മുട്ട നമ്മളൊരു മുട്ടേനെ 2 പീസാക്കിയിട്ടുള്ളോ ചേർത്തത്, അല്ലെങ്കിൽ മുട്ടേനെ കുറച്ച് ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ ചോറും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഈ മുട്ടച്ചോറ് പോലെ റെഡിയാക്കിയിട്ട് എടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ചോറ് ഈ മസാലയിൽ കിടന്നിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അതും നല്ലതാണ്. അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ കറിയായിട്ട് കഴിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. ഇത് ഞാൻ ഇന്നാളെ ഒരിക്കൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഉണ്ടമുളക്, ആ മുളക് പഴുത്തുണ്ടാവും. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വീഡിയോയിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടുവച്ച മുളക് അവിടെ ഉണ്ടോന്ന്. ആ മുളകൊക്കെ പഴുത്തിട്ട് എല്ലാത്തിനും പഴുത്തിട്ട് നിൽക്കണേ, പറിക്കണം. നല്ല എരിവുണ്ടോ അതിനെ കറിയിൽ അധികം ഇടാൻ വേണ്ടിയിട്ട്. എൻ്റെ ഇലയൊക്കെ പഴുത്തു തുടങ്ങി. ഇനിയിപ്പോൾ അത് പെട്ടെന്ന് പോവും. ഇലയുടെ കളറൊക്കെ മാറിക്കണം. പഴുത്ത് തന്നെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഞങ്ങൾ മീനൊക്കെ തേങ്ങാപ്പാൽ ഒഴിഞ്ഞിട്ട് മാങ്ങ ഇട്ടിട്ട് കറി വയ്ക്കുമ്പോൾ ആ കറിയിലേക്ക് ഇടും. നല്ല ടേസ്റ്റാണ്.
മോര് കറി